42ാമത് ബൈബിൾ കൺവെൻഷന് സെയിന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ തിരിതെളിഞ്ഞു. അണക്കര മറിയൻ ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമനാലിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് 5 ദിവസത്തെ കൺവെൻഷൻ നയിക്കുന്നത്. ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ദൈവം പിറക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഇടങ്ങളിലാണെന്നും വലിയ സത്രങ്ങളിലല്ലെന്നും മംഗളവാർത്താകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായി ഉദ്ഘാടന സന്ദേശത്തിൽ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. ഹൃദയ വിശുദ്ധീകരണത്തിനും കുടുംബനവീകരണത്തിനും ദൈവ-മനുഷ്യ ബന്ധങ്ങളുടെ പുനർനിർമ്മിതിക്കും ആഹ്വാനം നൽകിക്കൊണ്ട് പാലാ രൂപത ബൈബിൾ കൺവെൻഷന് തുടക്കമായി. ഈശോയുടെ തിരുപ്പിറവിക്കൊരുക്കമായി നടത്തുന്ന ബൈബിൾ കൺവെൻഷൻ പാലാ രൂപതയുടെ ഏറ്റവും വലിയ ആത്മീയ ആഘോഷമാണിത്. രൂപതയിലെ ദൈവജനം ഒരുമിച്ചിരുന്ന് ദൈവവചനം ശ്രവിച്ച് പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. കുമ്പസാരം, വിശുദ്ധ കുർബാന എന്നീ കൂദാശകളുടെ ഫലപ്രദമായ സ്വീകരണത്തിലൂടെ ജീവിത നവീകരണത്തിലേക്ക് കടന്നുവരുന്ന അവസരമാണ് 5 ദിവസം നീണ്ടുനിൽക്കുന്ന രൂപത ബൈബിൾ കൺവെൻഷൻ. അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമനാലച്ചന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് 5 ദിവസത്തെ കൺവെൻഷൻ നയിക്കുന്നത്. കൺവെൻഷനിൽ നാം പഠിക്കുന്നത് ദൈവവചനമാണെന്നും മനുഷ്യരുടെ മുഖം നോക്കാതെ സത്യത്തിന്റെ മുഖം നോക്കി ജീവിച്ച നമ്മുടെ പിതാക്കന്മാരുടെ പാരമ്പര്യം നാം സ്വീകരിക്കണമെന്നും നമ്മുടെ പിതാക്കന്മാരെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് കൺവെൻഷൻ പൂർത്തിയാകുന്നതെന്നും എഴുതപ്പെട്ട വചനവും ആഘോഷിക്കുന്ന വചനവും പാരമ്പര്യങ്ങളും കൺവെൻഷന്റെ ഭാഗമാണെന്നും പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. ബൈബിൾ കൺവെൻഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ബിബ്ലിക്കൽ ഹിസ്റ്ററിയുടെ കൺവെൻഷൻ കൂടിയാണ്. എല്ലാ സഭകളുടെയും ദൈവാരാധനക്രമത്തിൻ്റെ കൺവെൻഷൻ കൂടിയാണ്. ഓരോ ബൈബിൾ കൺവെൻഷനിലും വേദപുസ്തകം നൽകുന്ന ചരിത്രവും അവിടുത്തെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരും വളരെ പ്രധാനപ്പെട്ടവരാണ്. അബ്രാഹം, സാറ, ഇസഹാക്ക്, റബേക്ക, യാക്കോബ്, റാഹേല്, പൂർവ്വ യോസേപ്പ്, മോശ, അഹറോൻ, മിറിയാം, പ്രവാചകന്മാർ, ന്യായാധിപന്മാർ, രാജാക്കന്മാർ തുടങ്ങിയവരെല്ലാം വളരെ പ്രധാനപ്പെട്ടവരാണ്. വേദപുസ്തകത്തെ അതാക്കി തീർത്ത ചരിത്രമാണത്. ഉച്ചകഴിഞ്ഞ് 3:30 ജപമാലയും 4 വിശുദ്ധ കുർബാനയോടെയും ആരംഭിച്ച് രാത്രി 9 ദിവ്യകാരുണ്യാരാധനയോടെ അവസാനിക്കുന്ന രീതിയിലാണ് കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. കൺവെൻഷൻ ദിവസങ്ങളിൽ വൈകുന്നേരം കുമ്പസാരത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ കൺവെൻഷൻ 2ാം ദിനത്തിൽ വൈകുന്നേരം അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാനയിൽ മുൻ ചിക്കാഗോ രൂപതാധ്യക്ഷൻ മാർ ജേക്കബ് അങ്ങാടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസഫ് മുത്തനാട്ട്, ഫാദർ ജോസ് കുറ്റിയാങ്കൽ, ഫാദർ ഇമ്മാനുവേൽ കാഞ്ഞിരത്തുങ്കൽ, ഫാദർ ജോർജ് ഒഴുകിയിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ശുശ്രൂഷകൾ ജോർജ് കുട്ടി പാലക്കാട്ടുകുന്നേൽ, തോമാച്ചൻ പാറയിൽ, ലാലു പാലമറ്റം, സണ്ണി വാഴയിൽ, ജോർജ് കുട്ടി വടക്കേതകിടിയിൽ, ബൈജു ഇടമുളയിൽ, ജോണിച്ചൻ കുറ്റ്യാനി, കുട്ടിച്ചൻ ഇലവുങ്കൽ, രാജേഷ് ഇലഞ്ഞിമറ്റം, സിസ്റ്റർ ജൈസി CMC എന്നിവർ നേതൃത്വം നൽകി. കുറവുകളും പോരായ്മകളുമുള്ള നമ്മെ ദൈവം സ്നേഹിക്കുന്നു എന്നതിലാണ് മഹത്വം, അല്ലാതെ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിലല്ല. പരസ്പരം സംസാരിച്ചും തിരുത്തിയും സ്നേഹിച്ചും മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് പാവങ്ങളിലേക്ക് നടന്നെടുക്കണം. അങ്ങനെ നാമും ഉയരണം. മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് അവരെ ഉയർത്തുമ്പോൾ നമുക്ക് ഉയരാൻ പറ്റും. മറ്റുള്ളവരിലേക്ക് സ്നേഹത്തിന്റെ നീർച്ചാലുകൾ തുറക്കണമെന്നും പാലാ രൂപത കൺവെൻഷന്റെ 2ാം ദിനം വിശുദ്ധ കുർബാന മധ്യേ പിതാവ് ഓർമ്മപ്പെടുത്തി. മറ്റുള്ളവരിലേക്ക് തുറന്നിരിക്കുന്ന മുഖമായിരിക്കണം നമ്മുടേത്, നമ്മിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്ന മുഖമായിരിക്കരുത്. അതാണ് പരിശുദ്ധ മാർപ്പാപ്പ അവൻ നമ്മെ സ്നേഹിക്കുന്നെന്ന ചാക്രിക ലേഖനം സാക്ഷ്യപ്പെടുത്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്നും പിതാവ് കൂട്ടിച്ചേർത്തു. ഷെക്കേന ന്യൂസ്, കോട്ടയം.